Good morning all. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇക്വേഷൻസിലെ സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 3 അൺനോൺസ്. അതിൽ 3 മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എലിമിനേഷൻ മെത്തേഡ്, സെക്കൻഡ് വൺ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, തേർഡ് വൺ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 അൺനോൺസിലെ ഫസ്റ്റ് മെത്തേഡായിട്ടുള്ള എലിമിനേഷൻ മെത്തേഡാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യണത്. കഴിഞ്ഞ ക്ലാസ്സുകളിലെ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്വേഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ലീനിയർ ഇക്വേഷൻസ് ഇൻ 1 അൺനോൺ, അത് നമ്മൾ പറയുന്നതാണ് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ്. അതായത് അതിൽ എക്സിൻ്റെ പവർ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഒരു വാല്യൂ മാത്രമേ കണ്ടുപിടിക്കാവുള്ളൂ, എക്സിൻ്റെ വാല്യൂ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാവുള്ളൂ. അതിനെ പറയുന്നതാണ് സിമ്പിൾ ലീനിയർ ഇക്വേഷൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ടൈപ്പാണ് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി ഇൻ 2 അൺനോൺസ്. ഇവിടെ നമ്മുടെ പ്രത്യേകത എന്താണ്, 2 അൺനോൺസ് ആണ്, 2 വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനെയാണ് 2 അൺനോൺസ് എന്ന് പറയുന്നത്. അതിന് മെയിനായിട്ട് 3 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡാണ് എലിമിനേഷൻ മെത്തേഡ്, സെക്കൻഡ് വൺ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, തേർഡ് വൺ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. എലിമിനേഷൻ മെത്തേഡിൽ നമ്മൾ പറഞ്ഞു 2 അൺനോൺസ് ആണ്, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിൽ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിനെ എലിമിനേറ്റ് ചെയ്യുക, ഒന്നല്ലെങ്കിൽ എക്സിനെ എലിമിനേറ്റ് ചെയ്യുക, ഓക്കെ, അല്ലെങ്കിൽ വൈനെ എലിമിനേറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരെണ്ണത്തിന് നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കുക. അതിനെയാണ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ഈ എലിമിനേഷൻ നടത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഈക്വൽ ആക്കിയിട്ട് കട്ട് ചെയ്യുക, അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും. അല്ലെങ്കിൽ വൈയുടെ വാല്യൂ നമ്മൾ ഈക്വൽ ആക്കിയിട്ട് അതിനെ കട്ട് ചെയ്യുക, അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. അതിനെയാണ് എലിമിനേഷൻ മെത്തേഡ്. ഏതെങ്കിലും ഒരു വാല്യൂവിനെ നമ്മൾ ഈക്വൽ ആക്കിയിട്ട് കട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് നോക്കാം, എന്താണ് എലിമിനേഷൻ മെത്തേഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എലിമിനേഷൻ മെത്തേഡിൽ സോൾവ് 4x + 2y = 6, 5x + y = 6. 2 ഇക്വേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇക്വേഷൻ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് 2 വാല്യൂസ് കണ്ടുപിടിക്കാനുണ്ട്. ഏതൊക്കെ വാല്യൂസാണ് കണ്ടുപിടിക്കാനുള്ളത്, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, വൈയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. 5x + y = 6, ഇതിനെയാണ് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാല്യൂവിനെ നമ്മൾ ഈക്വൽ ആക്കണമെന്ന്, ഒന്നല്ലെങ്കിൽ എക്സിനെ ഈക്വൽ ആക്കാം, എന്നിട്ട് അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വൈനെ ഈക്വൽ ആക്കാം, എന്നിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ പ്രോബ്ലം നോക്കിയോക്കും, നിങ്ങൾക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇക്വേഷൻ്റെ പ്രത്യേകത അതാണ്, നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട്, പക്ഷേ നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒന്നല്ലെങ്കിൽ നമുക്ക് എക്സിനെ ഈക്വൽ ആക്കാം, അല്ലെങ്കിൽ വൈനെ ഈക്വൽ ആക്കിയിട്ട് നമുക്കതിനെ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ വൈനെ ഈക്വൽ ആക്കി നോക്കാം. എങ്ങനെയാണ് നമുക്ക് വൈനെ ഈക്വൽ, കാരണം ഇവിടെ 2y ഇവിടെ y ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ഇക്വേഷൻ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈനെ നമുക്ക് ഈക്വൽ ആക്കിയിട്ട് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നോക്കൂ, സെക്കൻഡ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, ദാറ്റ് ഈസ് 5 × 2 എന്ന് പറയുമ്പോൾ 10x ആണ്. 10x + 2y = 6 × 2 എന്ന് പറയുന്നതാണ് 12. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വൈനെ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈക്ക് നമുക്ക് 2y എന്നുള്ളത് കിട്ടും. ദെൻ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ അതേപോലെ ഇതാണ് 4x + 2y = 6. ഇതിൽ നമ്മൾ y ഈക്വലായി. ദെൻ ഇതിൽ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് സൈൻ കൊടുത്താൽ മതി. ഓക്കെ, മൈനസ് സൈൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ സെക്കൻഡ് ഇക്വേഷൻ മൊത്തം എന്തായിട്ട് മാറും, പ്ലസ് ഉള്ളത് മൈനസും മൈനസ് ഉള്ളത് പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ ഇത് മൈനസ് ആയിട്ട് മാറി, ഇവിടെ +2y എന്നുള്ളത് -2y, ഇവിടെ -6 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 10x - 4x എന്ന് പറയുമ്പോൾ 6x. ദെൻ ഈ +2yയും -2yയും ക്യാൻസലായി പോയി, ദെൻ 6 കിട്ടും. അപ്പോൾ x ഈക്വൽ എന്താ വാല്യൂ, എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നതാണ് 6/6, ദാറ്റ് ഈസ് 1. എക്സിൻ്റെ വാല്യൂ 1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാണ്. 4 × എക്സിൻ്റെ വാല്യൂ 1 നമുക്ക് കിട്ടിയത്, + 2y = 6, ദാറ്റ് ഈസ് നമുക്ക് 2y നമുക്ക് എടുത്തു കഴിഞ്ഞാൽ 6 - 4 എന്നുള്ളത് വരും. ദാറ്റ് ഈസ് y = 6 - 4 എന്ന് പറയുമ്പോൾ 2/2 = 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ x = 1, y = 1. ഇതാണ് നമുക്ക് ആൻസർ കിട്ടുക, x = 1, y = 1. ഓക്കെ, ലാസ്റ്റ് നിങ്ങളിങ്ങനെ എഴുതി കാണിക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് 2 അൺനോൺസ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. എക്സിൻ്റെ വാല്യൂവും കിട്ടി, വൈയുടെ വാല്യൂവും കിട്ടി. ഇത് നമ്മൾ വൈനെയാണ് ഇവിടെ ഈക്വൽ ആക്കിയിട്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്തത്. നമുക്കിനി എക്സിനെയും ഈക്വൽ ആക്കിയിട്ട് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് ഏതാണെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ സെയിം കിട്ടും. ഓക്കെ, നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കുന്നത് ഫോർ എലിമിനേറ്റിംഗ് എക്സിനെയാണ് നമ്മളിവിടെ ഈക്വൽ ആക്കിയിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യണത്, എലിമിനേറ്റ് ചെയ്യണത്.
അപ്പോൾ നോക്കൂ, എക്സിനെ ഈക്വൽ ആക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ 4x ഇവിടെ 5x കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇക്വേഷനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ സെക്കൻഡ് ഇക്വേഷൻ നിങ്ങൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എക്സ് ഈക്വൽ ആക്കി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് അതിനെ എക്സിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് എക്സിനെ ലിമിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20x, 2y × 5 എന്ന് പറയുമ്പോൾ 10y = 6 × 5 എന്ന് പറയുമ്പോൾ 30 കിട്ടും. ദെൻ ഇക്വേഷൻ നമ്മൾ ഈക്വൽ ആക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക നോക്കൂ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 5x × 4 എന്ന് പറയുമ്പോൾ 20x, ദെൻ y × 4 എന്ന് പറയുമ്പോൾ 4y, ദെൻ 6 × 4 എന്ന് പറയുമ്പോൾ 24. അപ്പോൾ ഇവിടെ 20x രണ്ടും പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ മൈനസ് സൈൻ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ നമ്മുടെ ഈ പ്ലസ് പോയിട്ട് അത് മൈനസ് ആവും, ഇതും പ്ലസ് പോയിട്ട് മൈനസ് ആവും. ദെൻ 24 എന്നുള്ളത് -24 ആയിട്ട് മാറും. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി പോയി. പോസിറ്റീവും നെഗറ്റീവും വന്നപ്പോൾ അത് ക്യാൻസലായി. ദെൻ 10y - 4 ദാറ്റ് ഈസ് 6y. ദെൻ 30 - 24 ദാറ്റ് ഈസ് 6. അപ്പോൾ y = 1. ദെൻ നമ്മളിത് ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതിൻ്റെ വാല്യൂ കിട്ടും? എക്സിൻ്റെ വാല്യൂ കിട്ടും. 4x + 2 × വൈയുടെ വാല്യൂ നമുക്ക് 1 കിട്ടി. ഓക്കെ, 4x + 2y = 6. നോക്കൂ, 4x + വൈയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 1, ദാറ്റ് ഈസ് 4x = 6 - 2 = 4, ദാറ്റ് ഈസ് x = 4/4 എന്ന് പറയുമ്പോൾ 1 കിട്ടും. അങ്ങനെ നമുക്ക് എക്സിൻ്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 1. അപ്പോൾ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈക്വൽ ആക്കിയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, എക്സിനെയാണ് നമുക്ക് ഈക്വൽ ആക്കി വെച്ചിട്ട് നമ്മൾ അതിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ കിട്ടും. എന്നിട്ട് നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം, ആൻസർ സെയിം ആയിരിക്കും. അതാണ് ഇക്വേഷൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്ത് നോക്കാം, ആൻസർ സെയിം കിട്ടും. സൈൻ ശ്രദ്ധിക്കണം, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പോസിറ്റീവ് നെഗറ്റീവ് സൈൻ എന്നുള്ളത് അല്ലെങ്കിൽ പ്ലസ് മൈനസ് സൈൻ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ക്വസ്റ്റ്യൻ നോക്കൂ. സോൾവ് y = 3 × x + 1, 4x = y + 1. അപ്പോൾ നമ്മൾ ഇക്വേഷനെ മാറ്റണം. y = 3 × x + 1. അപ്പോൾ ഈ 3നെ നമ്മൾ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ 3നെ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ദാറ്റ് ഈസ് y = 3 × x എന്ന് പറയുമ്പോൾ 3x, ദെൻ പ്ലസ് 3 × 1 എന്ന് പറയുമ്പോൾ 3. ദെൻ നമ്മളിതിനെ ആ ഫോമിലേക്ക് മാറ്റുമ്പോൾ y + 3x എന്നുള്ളത് നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ -3x = 3 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓർഡർ കറക്റ്റ് ചെയ്യുമ്പോൾ -3x + y = 3. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, -3x + y = 3. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടും. ദെൻ സെക്കൻഡ് ഇക്വേഷനിൽ നമ്മളത് സെക്കൻഡ് കേസിൽ നമ്മൾ അങ്ങനെ മാറ്റിയെടുക്കണം. നോക്കൂ, 4x = y + 1. അപ്പോൾ നമ്മളിതിനെ മാറ്റുമ്പോൾ എങ്ങനെയാണ് വരിക? 4x റൈറ്റുള്ള വൈനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ -y = 1. ഓക്കെ, അതാണ് ഇവിടെ നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. 4x - y = 1. ദെൻ നമ്മൾ ഇക്വേഷനെ സോൾവ് ചെയ്യുക. ഇവിടെ നോക്കൂ, ഇവിടെ y ഈക്വൽ ആണ്, പ്ലസ് വൈയും മൈനസ് വൈയും. അപ്പോൾ നമുക്കതിനെ എലിമിനേറ്റ് ചെയ്യാൻ എളുപ്പമാണല്ലോ. അപ്പോൾ നമ്മളിവിടെ എന്ത് കൊടുത്താൽ മതി? പ്ലസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ -3x 4x എന്നുള്ളത് എന്തായിട്ട് മാറും? x ആയിട്ട് മാറും. 4xൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 1 ആണല്ലോ. അപ്പോൾ x ഈക്വൽ ദെൻ 3 + 1 എന്ന് പറയുമ്പോൾ 4. അപ്പോൾ x ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. x 4 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? വൈയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ x ഈക്വൽ 4 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിലേക്ക് നമുക്ക് ഏത് ഇക്വേഷനിലേക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. x ഈക്വൽ നമുക്ക് സെക്കൻഡ് ഇക്വേഷനിലേക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. എക്സിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ 4 × 4 ഈക്വൽ y നമുക്കറിയില്ല, y + 1. 4 × 4 16. 16 ഈക്വൽ y + 1, ദാറ്റ് ഈസ് y ഈക്വൽ 16 - 1 ഈക്വൽ 15. ഓക്കെ, അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 15 എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 16 - y ഈക്വൽ 1, ദാറ്റ് ഈസ് y ഈക്വൽ 15 എന്നുള്ളത് കിട്ടും. ഇപ്പോൾ ലാസ്റ്റ് നമ്മളിങ്ങനെ എടുത്ത് എഴുതണം, x ഈക്വൽ 4, y ഈക്വൽ 15 എന്നുള്ളത് നമ്മൾ എടുത്ത് എഴുതണം. നിങ്ങൾക്ക് ഇക്വേഷൻ എങ്ങനെ വേണമെങ്കിൽ സോൾവ് ചെയ്യാം, ആൻസർ നമുക്ക് സെയിം കിട്ടും. നെക്സ്റ്റ് നോക്കൂ, 8x + 7y = 10. Then 11x = 10 × 1 - y. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ മാറ്റിയെടുക്കണ്ടേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 11x = 10 × 1 10, then -10 × y 10y.
അപ്പം എങ്ങനെ മാറ്റിയെടുക്കാം? 11x മൈനസ് 10y നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുമ്പോൾ പ്ലസ് 10y ആയിട്ട് മാറും. പ്ലസ് 10y ഈക്വൽ 10. ഓക്കെ, ഇതാണ് നമ്മൾ നോക്കൂ, ഇവിടെ ഇക്വേഷൻ അവർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ അതേപോലെ എഴുതി 8x പ്ലസ് 7y ഈക്വൽ 10. ദെൻ നമ്മൾ ഇതിനെ മാറ്റുമ്പോൾ 11x പ്ലസ് 10y ഈക്വൽ 10. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ദെൻ നമുക്കിവിടെ ഈക്വൽ ആക്കി മാറ്റിയിട്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. ഒന്നല്ലെങ്കിൽ എക്സിനെ ഈക്വൽ ആക്കിയിട്ട് എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വൈനെ ഈക്വൽ ആക്കിയിട്ട് എലിമിനേറ്റ് ചെയ്യാം. ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എക്സിനെയാണ് ഈക്വൽ ആക്കുന്നത്. എക്സിനെ ഈക്വൽ ആക്കി കട്ട് ചെയ്യുന്ന സമയത്ത് നോക്കൂ, നമ്മൾ ഫസ്റ്റ് ഇക്വേഷനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 88x പ്ലസ് 11 into 7 77y ഈക്വൽ 10 into 11 110. ഓക്കെ, ദെൻ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11 into 8 88x പ്ലസ് 10 into 8 10y ഈക്വൽ 10 into 8 80 എന്നുള്ളത് കിട്ടും. ഇവിടെ നോക്കൂ, ഇത് രണ്ടും പോസിറ്റീവാണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ എന്തൊക്കെ ആയിട്ട് മാറും? ഫസ്റ്റ് നമ്മുടെ ഈ 88x എന്നുള്ളത് നെഗറ്റീവ് 88x ആയിട്ട് മാറും. ദെൻ പ്ലസ് 80y എന്നുള്ളത് നെഗറ്റീവ് 80y ആയിട്ട് മാറും. പ്ലസ് 80 ഉള്ളത് നെഗറ്റീവ് 80 ആയിട്ട് മാറും. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ എക്സ് ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ 77ഉം 80, അപ്പോൾ മൈനസ് 80 ആണ്, അപ്പോൾ മൈനസ് 3y. ദെൻ പ്ലസ് 110ഉം മൈനസ് 80, അപ്പോൾ നമുക്ക് 30 കിട്ടും. ദാറ്റ് ഈസ് y ഈക്വൽ 30 ഡിവൈഡഡ് ബൈ മൈനസ് 3. അപ്പോൾ വൈയുടെ ആൻസർ നമുക്ക് എത്ര കിട്ടുക? മൈനസ് 10. ഓക്കെ, വൈയുടെ വാല്യൂ എന്ന് പറയുന്നതാണ് മൈനസ് 10 എന്നുള്ളത് നമുക്ക് കിട്ടും. y ഈക്വൽ മൈനസ് 10. പ്ലസ് മൈനസ് വരുന്ന സമയത്ത് മൈനസ്. ദെൻ നമ്മൾ ഏത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക? ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വൈയുടെ വാല്യൂ നമുക്ക് കിട്ടും. 8x എക്സിൻ്റെ വാല്യൂവും കിട്ടും. 8x പ്ലസ് 7 ഇൻറ്റു മൈനസ് 10 ഈക്വൽ 10. അപ്പോൾ നമുക്ക് 8x ഈക്വൽ ദെൻ 7 ഇൻറ്റു മൈനസ് 10 എന്ന് പറയുമ്പോൾ മൈനസ് 70 ആണ്. ഓക്കെ, അപ്പോൾ 10 നമുക്കിവിടെ കിടക്കുന്നുണ്ട്. ഈ മൈനസ് 70 റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് 10 പ്ലസ് 70 ആയിട്ട് അത് മാറും. ഈക്വൽ 80. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ 80 ഡിവൈഡഡ് ബൈ 8. നമുക്ക് 10 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഈക്വൽ ആക്കിയിട്ട് അത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇനി വൈനെ നമുക്ക് വേണമെങ്കിൽ ഈക്വൽ ആക്കി എടുക്കാനായിട്ട് പറ്റും. വൈനെ ഈക്വൽ ആക്കി എടുക്കണമെങ്കിൽ നോക്കൂ, വൈനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് ഇക്വേഷനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം ഇവിടെ 7 ആണ്, ഇവിടെ 10 ആണ്. അപ്പോൾ ഈക്വൽ ആക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനെ 10 കൊണ്ടും സെക്കൻഡ് ഇക്വേഷനെ 7 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ നമുക്ക് ഈക്വൽ ആക്കിയിട്ട് വൈ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടും. നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൈയുടെ വാല്യൂയും കിട്ടും. ആൻസർ നിങ്ങൾക്ക് സെയിം തന്നെയായിട്ട് കിട്ടും. വൈ ഈക്വൽ മൈനസ് 10ഉം എക്സ് ഈക്വൽ 10 എന്നുള്ള വാല്യൂ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വേണമെങ്കിൽ സോൾവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 4x പ്ലസ് 3y ഈക്വൽ 17, 5x മൈനസ് 2y ഈക്വൽ 4. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് എക്സിനെ ഈക്വൽ ആക്കിയിട്ട് എക്സിനെ എലിമിനേറ്റ് ചെയ്യുക, അപ്പോൾ വൈയുടെ വാല്യൂ കിട്ടും. അല്ലെങ്കിൽ വൈനെ ഈക്വൽ ആക്കിയിട്ട് വൈനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. എന്നിട്ട് നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈക്വൽ ആക്കി എടുക്കാം. ഇപ്പോൾ നിങ്ങൾ വൈനെയാണ് ഈക്വൽ ആക്കി എടുക്കണമെങ്കിൽ ഇവിടെ നോക്കി, ഇവിടെ 3ഉം ഇവിടെ 2ഉമാണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഏത് ഈക്വലായി മാറും? വൈ ഈക്വലായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് വൈനെ നമുക്ക് ഈക്വൽ ആക്കി എടുക്കാം. നമ്മളിങ്ങനെ ഈക്വൽ ആക്കി എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഫുൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 4x ഇൻറ്റു 2 ദാറ്റ് ഈസ് 8x പ്ലസ് 3y ഇൻറ്റു 2 6y ഈക്വൽ 17 ഇൻറ്റു 2 34. ദെൻ 5നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം വൈനെയാണ് നമ്മൾ ഈക്വൽ ആക്കി എടുക്കുന്നത്. അപ്പോൾ വൈയുടെ വാല്യൂ ഇവിടെ 3 ആണ്. ഓക്കെ, അതുകൊണ്ടാണ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ദാറ്റ് ഈസ് 5 ഇൻറ്റു 3 15x മൈനസ് 2y ഇൻറ്റു 3 മൈനസ് 6y ഈക്വൽ 4 ഇൻറ്റു 3 12. അപ്പോൾ നോക്കൂ, നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഏത് ഈക്വലായിട്ട് മാറി? വൈ ഈക്വലായിട്ട് മാറി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഓക്കെ, ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്ലസ് 6yയും മൈനസ് 6yയും ഈക്വലാണ്, ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ 8x പ്ലസ് 15x എന്ന് പറയുമ്പോൾ 23x ഈക്വൽ 34 പ്ലസ് 12 എന്ന് പറയുമ്പോൾ 46. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ 46 ഡിവൈഡഡ് ബൈ 23 ഈക്വൽ 2 എന്നുള്ള വാല്യൂ നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതിൻ്റെ വാല്യൂ കിട്ടും? വൈയുടെ വാല്യൂവും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് അത് അപ്ലൈ ചെയ്യണം. ഏത് ഇക്വേഷനിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എക്സ് ഈക്വൽ 2 എന്നുള്ളത് നിങ്ങൾക്ക് വൈയുടെ വാല്യൂ കിട്ടും. അപ്പോൾ 5 ഇൻറ്റു 2 മൈനസ് 2y ഈക്വൽ 4. ദാറ്റ് ഈസ് നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് മൈനസ് 2y ഈക്വൽ 4 മൈനസ് 10 എന്നുള്ളത് കിട്ടും. y ഈക്വൽ 6/2.
ദാറ്റ് ഈസ് 3. ഇവിടെ മൈനസും മൈനസും ക്യാൻസൽ, -6 -2 നമുക്കത് +3 ആയിട്ട് മാറും. ദാറ്റ് ഈസ് 4 - 10 എന്ന് പറയുമ്പോൾ -6 ആണ് കിട്ടുക. അപ്പോൾ -6 -2 പോസിറ്റീവായിട്ട് അത് മാറും. അപ്പോൾ +3 ദാറ്റ് ഈസ് x = y = 3. അപ്പോൾ ഇവിടെ വൈനെയാണ് നമ്മൾ ഈക്വൽ ആക്കിയിട്ട് എലിമിനേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് എക്സിനെ ഈക്വൽ ആക്കാം. എക്സിനെ ഈക്വൽ ആക്കണമെങ്കിൽ എന്താ ചെയ്യുക? അപ്പോൾ ഇവിടെ 4x ഇവിടെ 5xുമാണ്. അപ്പോൾ ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇക്വേഷനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സെക്കൻഡ് ഇക്വേഷനെ ഇവിടെ 4x ആണ്, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ എക്സ് ഈക്വൽ ആവും. എക്സ് ഈക്വൽ ആയി കഴിഞ്ഞാൽ അതിനെ എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈയുടെ വാല്യൂ കിട്ടും. ഓക്കെ, വൈയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂയും കിട്ടും, എക്സിൻ്റെ വാല്യൂവും കിട്ടും. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. സൈൻ ശ്രദ്ധിക്കണം, പോസിറ്റീവ് നെഗറ്റീവ് സൈൻ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇക്വേഷൻ നോക്കൂ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കൂ. 8k - s = 22. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ നോക്കൂ. k - s = 1. k - s = 1. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ നമുക്കിതിൽ ഏതിനെ ക്യാൻസൽ ചെയ്യാനാണ് എളുപ്പം? എസ്സിനെ. ഇവിടെ -s ഇവിടെ -s. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓക്കെ, നമ്മളിവിടെ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ മൈനസ് ചെയ്യണ സമയത്ത് ഇത് മൈനസ് സൈനായിട്ട് മാറും. ഈ മൈനസും ഈ മൈനസ് ആകുമ്പോൾ എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. ഇത് മൈനസായിട്ട് നെഗറ്റീവ് സൈനായിട്ട് മാറും. അപ്പോൾ ഈ പ്ലസ് എസും -s ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ 8kയിൽ നിന്ന് k പോയി കഴിഞ്ഞാൽ 7k = 22ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 21. ദാറ്റ് ഈസ് k = 3 എന്നുള്ള നമുക്ക് ആൻസർ കിട്ടും. 21/7 എന്ന് പറയുമ്പോൾ 3 കിട്ടും. ഓക്കെ, അതായത് നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതിൻ്റെ വാല്യൂ കിട്ടും? എസിൻ്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ അതിൽ എളുപ്പം. സെക്കൻഡ് ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കെയുടെ വാല്യൂ 3 ആണ്. അപ്പോൾ 3 - s = 1. ഓക്കെ, -s ആണ്. അപ്പോൾ -s = 1 - 3. ദാറ്റ് ഈസ് s = 2. രണ്ട് നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് ആകുമ്പോൾ പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ എസിൻ്റെ വാല്യൂ എത്ര കിട്ടും? 2 എന്നുള്ളതായിരിക്കും എസിൻ്റെ വാല്യൂ ആയിട്ട് വരിക. അപ്പോൾ നോക്കൂ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദി വാല്യൂ ഓഫ് k ഇൻ ഇക്വേഷൻസ്. ഏത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക? ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. എസിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 2 എന്നുള്ളത് കിട്ടി. നമുക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഏത് ഇക്വേഷനിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൈനാണ്. പ്ലസും മൈനസും എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നോക്കൂ, -s ഇവിടെ -s ആണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഈ മൈനസ് ആകുമ്പോൾ ഇത് പോസിറ്റീവായിട്ട് മാറും. അങ്ങനെ നമുക്ക് ഇതും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ 8xൽ നിന്ന് k പോയി കഴിഞ്ഞാൽ 8kയിൽ നിന്ന് k പോയി കഴിഞ്ഞാൽ 7k കിട്ടി. ദെൻ 22ൽ നിന്ന് -1 പോയി കഴിഞ്ഞാൽ 21 കിട്ടി. അങ്ങനെ നമുക്ക് kയുടെ വാല്യൂ കിട്ടി 3 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സൈൻ ശ്രദ്ധിക്കണം. ഓക്കെ.